ഉറക്കമെഴുന്നേറ്റ് വീട്ടുപറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ കൺമുന്നിൽ ഒരു പുലി. പുലി കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അവസ്ഥ അറിയാമല്ലോ. ഇത് സ്വപ്നമായിരുന്നില്ല. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ ഇന്ന് സംഭവിച്ച കാര്യമാണ്. രാവിലെ മാസങ്ങളായി നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ പുലിയാണ് കമ്പിവേലിയിൽ ഇന്ന് കുരുങ്ങിപ്പോയത്. മയക്കുവെടി വെച്ച് പിടികൂടിയ പുലി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചത്തുപോയി. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് വനംവകുപ്പിൻ്റെ പ്രാഥമികമായ നിഗമനം. രാവിലെ 7 മണിയോടെയാണ് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ തെങ്ങിൻ തോപ്പിലെ കമ്പിവേലിയിൽ കുരുങ്ങിയ നിലയിൽ പുലിയെ കണ്ടത്. മാസങ്ങളായി വാഴപ്പുഴ മേഖലയിൽ ആശങ്ക വിതയ്ക്കുന്ന പുലിയാണ് കുടുങ്ങിയത്. പലതവണ സ്വയം കുരുക്കഴിച്ച് രക്ഷപ്പെടാൻ പുലി ശ്രമം നടത്തി. അടുത്തേക്കെത്തുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കാൻ ശ്രമം. മണിക്കൂറുകളെടുത്തു 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലിയെ കൂട്ടിലാക്കാൻ. മയക്കുവെടി വെച്ചെങ്കിലും പുലിയുടെ ശരീരത്തിൽ പൂർണ്ണമായും ഏറ്റില്ലെന്നാണ് ഒരു വിഭാഗം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പുറമേ പരിക്കൊന്നുമില്ലെങ്കിലും ആന്തരിക പരിക്കുകൾക്ക് സാധ്യതയുണ്ടെന്ന് വെറ്റനറി സർജൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതൊരു അപ്രോക്സിമേറ്റ്ലി 3 to 4 year old ഫീമെയിൽ ലെപ്പർഡാണ്. എക്സ്റ്റേണൽ ഇഞ്ചുറീസ് കാണുന്നില്ല. പക്ഷേ സ്നെയറിൽ കടന്നിട്ടുള്ളതുകൊണ്ട് ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഒബ്സർവേഷനിൽ വെക്കും. ഒബ്സർവേഷനിൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ വൈൽഡിൽ തന്നെ ബാക്ക് ടു വൈൽഡ് റിലീസ് ചെയ്യും. വാഴപ്പുഴയിൽ തന്നെ നിരീക്ഷണത്തിലിരിക്കെയാണ് പുലി ചത്തത്. കമ്പിവേലിയിൽ നിന്ന് കുതറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ശരീരത്തിനുള്ളിൽ രക്തസ്രാവമുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ. 24 പാലക്കാട്. എന്തായാലും ആ പുലി ചത്തുപോയി. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു പിടിച്ച പുലിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. സഞ്ജന അജിത്ത് ചോദിക്കുന്നു, KTU എക്സാം, അതായത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ മാറ്റിയോ? ഒരു പരീക്ഷയും മാറ്റിയിട്ടില്ല. എല്ലാ പ്രിപ്പറേഷനും കുട്ടികൾ തുടരുക. ഇപ്പോൾ വരുന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഈ പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ ഇപ്പോൾ പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടും. വാഹനങ്ങളിലെ കാഴ്ച മങ്ങലുണ്ടാകും. അതുപോലെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകും. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകും. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീഴും. ചിലപ്പോൾ വൈദ്യുതി തടസ്സമുണ്ടാകും. അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. എല്ലാവിധമായ മുൻകരുതലും പാലിക്കണം. അതേപോലെ തന്നെ ഈ മലയോര പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ യാത്രകൾ ഒഴിവാക്കുക. കാരണം മണ്ണിടിച്ചിലിനും ഉരുപൊട്ടലിനും സാധ്യതയുണ്ട് എന്ന് കൂടി അധികാരികൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കുക.